ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 മുതലാണ് ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയിട്ട് കാണുക. ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ ക്ലാസ് 6 ക്രിസ്മസ് എക്സാം 2025 എന്ന് പറയുന്ന ഫോൾഡർ കാണാം. അതിൽ പോയി കഴിഞ്ഞാൽ ഇതുവരെ അപ്ലോഡ് ചെയ്ത എല്ലാ വിഷയങ്ങളും കാണാം, ഇൻക്ലൂഡിങ് മാത്സും കൂടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനുള്ള ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. Question 4 has 2 questions. Question 4 2 ക്വസ്റ്റ്യൻസ് ആണുള്ളത്, 4A and 4B. ആൻസർ എനി വൺ. പക്ഷേ നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ആൻസർ ചെയ്യേണ്ടതുള്ളൂ. പക്ഷേ നമ്മളിവിടെ രണ്ടിൻ്റെയും ആൻസർ നോക്കുന്നുണ്ട്. ദെൻ 4A നോക്കാം നമുക്ക്. 1/2 plus 1/4 equal to 3/4. 3/4 plus 1/8 equal to 7/8. Then 7/8 plus 1/16 equal to 15/16. Okay, write the next 2 lines of the pattern. ഈ പാറ്റേണിൻ്റെ അടുത്ത രണ്ടെണ്ണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെയുള്ളതിനെ ഒന്ന് നോക്കി നോക്കൂ. ഇവിടെയുള്ളത് ഈ 1/2 എന്ന് പറയുന്നതും ഇതും എന്താണ്? ഇതെന്ന് പറയുന്നത് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നതാണ് അല്ലേ. അഥവാ എങ്ങനെയാണ് ആൻസർ കിട്ടുന്നത്? ഇവിടെ നോക്കൂ, 1 3 7 എന്നുള്ള പാറ്റേണിലാണ് വരുന്നത്. താഴെ നോക്കിക്കഴിഞ്ഞാൽ 2 4 8 അതെന്താണ്? 2ൻ്റെ ടേബിൾ ആയിട്ടാണ് വരുന്നത് അല്ലേ. ഇനി ഇത് നോക്കൂ, 1/4 1/8 1/16. 1/4ൻ്റെ ഡബിളാണ് 1/8 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 1/8ൻ്റെ ഡബിളാണ് 1/16 എന്ന് പറയുന്നത്. 4 8 16 എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത രണ്ട് പാറ്റേൺ ആണ് നമ്മളെടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആദ്യം എന്ത് വരും? നമുക്കറിയാം, ഇതാണ് ആദ്യം നമ്മൾ എഴുതേണ്ടത് 15/16 എന്നുള്ളത്. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 1/16 എന്ന് പറയുന്നതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് കൂട്ടണം. എത്രയാണ്? 1/16ൻ്റെ ഡബിൾ 16 + 16 എന്ന് പറയുന്നത് എത്രയാണ്? 32 ആണല്ലേ. അപ്പോൾ ഇവിടെ 32 എന്നുള്ളത് വരും. ഇനി ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കുക. എത്ര കിട്ടും നമുക്ക്? 15/16 + 1/3 എന്ന് പറയുന്നത് 31/32 എന്നുള്ളത് വരും അല്ലേ. 31/32 എന്നുള്ളത് വരും. ഇനി അടുത്തത് വരുമ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് 31/32 പ്ലസ് അടുത്തെന്താണ്? 1/32 + 32 ആയിരിക്കും അല്ലേ. 32 + 32 എത്ര കിട്ടും? 64 വരും. അപ്പോൾ അടുത്തത് വരുന്നത് 64 ആണ്. ഓക്കെ, അപ്പോൾ 31/32 പ്ലസ് 1/64 എന്നുള്ളത് വരും. എത്രയാണ് ആൻസർ വരിക? നമുക്കറിയാം, ഡിനോമിനേറ്ററിൽ മാറ്റം വരില്ല. 64 തന്നെയായിരിക്കും ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ഇനി മാറ്റം വരുന്നത് എവിടെയാണ്? 31/32 എന്നുള്ളതിലാണ് അല്ലേ. അവിടെ എത്ര വരും നമുക്ക്? 31 + 31 എന്ന് പറയുന്നത് 62 ആണ് അല്ലേ. പ്ലസ് 1 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ 63 എന്നുള്ളത് വരും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണിത് വരുന്നത് എന്ന് മനസ്സിലായില്ലേ? ഈ 63 എന്ന് പറയുന്നത് 31ൻ്റെ കൂടെ തന്നെ നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 62 എന്നുള്ളത് കിട്ടും. പ്ലസ് 1 കൂടെ നമ്മൾ കൂട്ടുക, അപ്പോൾ 63 എന്നുള്ളത് കിട്ടും. ഇവിടെ 31 എന്നുള്ളത് കിട്ടിയില്ല. 15 + 15 30 ആണ്. പ്ലസ് 1 31 ആണ്. ഡിനോമിനേറ്ററിൽ യാതൊരു മാറ്റവും ഇല്ല. ഇത് തന്നെയാവും ഡിനോമിനേറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് 1 എന്ന് പറയുന്നത് ഇത് രണ്ടും ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം നമുക്ക്. മിൽക്ക് ഈസ് കെപ്റ്റ് ഇൻ എ ലാർജ് വെസൽ ആൻഡ് സ്മോൾ വെസൽ. കുറച്ച് പാല് വലിയ വെസലിലും ചെറിയ വെസലിലും എടുത്തു വെച്ചിട്ടുണ്ട്. ദർ ഈസ് 8 3/4 liters ഓഫ് മിൽക്ക് ഇൻ ദ ലാർജ് വെസൽ. അപ്പോൾ ലാർജ് വെസലിലുള്ളത് 8 3/4 ലിറ്റർ പാലാണുള്ളത്. If 11 /4 liters of milk is poured from the large vessel into the small vessel, the quantity of milk in both the vessel became the same. അപ്പോൾ അതിൽ നിന്നും എന്ത് ചെയ്തു? 11 അല്ല കേട്ടോ, 1.25 ആണല്ലേ. 1.25 ലിറ്റർ പാലെടുത്തിട്ട് അത് ചെറിയ വെസലിലേക്ക് മാറ്റി. ഇപ്പോൾ രണ്ട് വെസലിലും സെയിം ആണുള്ളത്. വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ സ്മോൾ വെസൽ ഇൻ ദ ബിഗിനിങ്? അങ്ങനെയാണെങ്കിൽ ബിഗിനിങ്ങിൽ എത്രയായിരിക്കും അതിലുണ്ടായിരിക്കുക എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു രണ്ട് വെസലാണുള്ളത് അല്ലേ. ഇതാണ് ബിഗ് വെസൽ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതാണ് എന്ത്? സ്മോൾ വെസൽ എന്ന് വിചാരിക്കുക. ഓക്കെ, വെസലിന് ഓപ്പൺ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 8 3/4 ലിറ്റർ പാലാണ് ഉണ്ടായിരുന്നത് അല്ലേ. ഇനി ഇതിൽ നിന്നും എന്ത് ചെയ്തു? ഇങ്ങോട്ട് കുറച്ച് പാല് ഒഴിച്ചു കൊടുത്തു. എത്രയാണ് ഒഴിച്ചത്? 1/4 ലിറ്റർ പാലാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഇത് രണ്ടും എന്ന് പറയുന്നത് ഈക്വൽ ആവുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൽ നിന്നും ഇത് ഒഴിച്ചപ്പോൾ ഈ 1/4 ഒഴിച്ചപ്പോൾ ഇവിടെ എത്ര പാലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് വന്ന പാല് അളവ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളത് നോക്കൂ. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നത് എത്രയാണ്? 8 3/4 ആണല്ലേ. 8 3/4 നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 1/4 മൈനസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഇതിനെ ഒന്നെങ്കിൽ ഫ്രാക്ഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ഡെസിമൽ ഫോമിലാക്കിയിട്ട്, ഫ്രാക്ഷൻ അല്ല ഡെസിമൽ ഫോമിലാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് ചിന്തിച്ചാൽ 8 നിന്നും 1 മൈനസ് ചെയ്താൽ 7 കിട്ടും അല്ലേ. ബാക്കി എത്രയാണ് ഇവിടെ ഉള്ളത്? 3/4 നിന്നും 1/4 പോയി. അപ്പോൾ ബാക്കി എത്ര ഉണ്ടായിരിക്കും? 2/4 ആയിട്ട് മാറും അല്ലേ. 2/4. അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള പാലെന്ന് പറയുന്നത് എത്രയാണ്? 7 2/4 ലിറ്റർ പാലാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉള്ളത്. ഇനി ഇതിൽ ആദ്യം ഉണ്ടായിരുന്ന പാലാണ് വാട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക് ഇൻ ദ സ്മോൾ വെസൽ ഇൻ ദ ബിഗിനിങ്ങിൽ എത്രയുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇപ്പോഴുള്ളത് കിട്ടി 7 2/4 ആണെന്ന് കിട്ടി. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒഴിച്ച് പാലായിട്ടുള്ള 1/4 നമ്മൾ മൈനസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 7 നിന്നും 1 മൈനസ് ചെയ്താൽ 6, 2/4 നിന്നും 1/4 മൈനസ് ചെയ്താൽ 1/4, അഥവാ 6 1/4 ലിറ്റർ പാലാണ് ഇപ്പോൾ അതിലുള്ളത്. ഓക്കെ, അഥവാ 6 1/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം 6.25 ലിറ്റർ ആണല്ലേ. 6.25 ലിറ്റർ എന്നും നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ 6.25 നമുക്ക് ഡെസിമൽ ഫ്രാക്ഷനിലാക്കുമ്പോൾ എത്ര കിട്ടും? 25/4 ലിറ്റർ എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഇത് നിങ്ങൾക്ക് 6.25 എന്ന് എഴുതാം, അല്ലെങ്കിൽ 6 1/4 ലിറ്റർ എന്ന് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ 25/4 ലിറ്റർ എന്നും എഴുതി കൊടുക്കാം. ഇത് 3 എഴുതിയാലും ആൻസർ കറക്റ്റ് ആണ്. ഇനി നമുക്ക് ഇതിൽ സി ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. The sum of the fraction in column A is given in column B. കോളം എയിലെ ഫ്രാക്ഷൻസിനെയാണ് സം ചെയ്തിട്ടുള്ളതാണ് കോളം ബിയിൽ കൊടുത്തിട്ടുള്ളത്. If they are matched, which of the following is the correct one എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓരോന്നായിട്ട് നോക്കി നോക്കാം. 1/2 + 1/3, 1/3 + 1/4, 5, 1/3 + 1/4. ഇതിൻ്റെ സമ്മാണ് ബിയിൽ കോളത്തിൽ കൊടുത്തിട്ടുള്ള 5/6, 7/12, 8/15 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നും ചെയ്താലാണ് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ആദ്യം നമുക്കത് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എം എന്ന് പറയുന്നത് എത്രയാണ്? 1/2 + 1/3 ആണല്ലേ, ഈക്വൽ ടു എങ്ങനെ നമ്മൾ കാണുക? ഈ 2നെ 1 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. അഥവാ 2 × 1 പ്ലസ് അതുപോലെ തന്നെ 3 × 1, 3 × 1. ഒന്നും കൂടെ എഴുതാം. നമുക്ക് എഴുതിയാലൊരു മിസ്റ്റേക്ക് അല്ല, നിങ്ങൾക്ക് അത് ഒരുമിച്ചായിപ്പോയി അല്ലേ. എം ആണ് 1/2 + 1/3 ഈക്വൽ ടു 2 × 1 + 3 × 1 ഈക്വൽ ഡിവൈഡഡ് ബൈ 2 × 3. 2 × 3 എത്രയാണ്? 6. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടും 2 × 1 എന്ന് പറയുന്നത് 2 ആണ്, പ്ലസ് 3 × 1 എന്ന് പറയുന്നത് 3 ആണ് അതല്ലേ. അപ്പോൾ 2ഉം 3ഉം തമ്മിൽ എത്രയായി? 5 ആയി അല്ലേ. അപ്പോൾ 5/6 എന്നുള്ളതാണ് കറക്റ്റ് ഉത്തരം. അപ്പോൾ നമുക്ക് ഇവിടെ മനസ്സിലായി എം ഈക്വൽ ടു എന്താണ്? ടി ആണെന്ന് മനസ്സിലായി അല്ലേ. ഇനി നമുക്ക് എന്നിലേക്ക് കിടക്കാം. എൻ എന്ന് പറയുന്നത് എത്രയാണ്? 1/3 + 1/5 ആണല്ലേ. ഇതിനെ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. 3 × 1 + 5 × 1 ഡിവൈഡഡ് ബൈ 3 × 5 എത്രയാണ്? 15 ആണ്. അപ്പോൾ എത്ര ഉത്തരം കിട്ടും കൂട്ടുകാരെ? 3ഉം 5ഉം തമ്മിൽ 8 ആവും. 8/15 എന്നുള്ളത് കിട്ടും. അപ്പോൾ n ഈക്വൽ ടു 8/15 എന്ന് പറയുന്നത് വി ആണല്ലേ. വി കിട്ടി. ഇനി നമുക്ക് നോക്കാനുള്ളത് പി ആണ്. നമുക്ക് അറിയാം, എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കണം അല്ലേ. ക്ലാരിഫൈ വരുത്തുന്നത് നല്ലതാണ്. 1/3 + 1/4 ആണ്. ഇവിടെയും നമുക്ക് 3 × 1 എന്ന് പറയുന്നത് 3 എന്ന് കിട്ടും. 4 × 1 എന്ന് പറയുന്നത് 4 കിട്ടും. അതുപോലെ തന്നെ 3 × 4 എന്ന് പറയുന്നത് എത്ര കിട്ടും? 12 കിട്ടും. 3ഉം 4ഉം കൂടെ 7 ആയി. 7/12 അഥവാ പി ഈക്വൽ ടു വി എന്നുള്ളതാണ്. വി ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്നത് ഇതിൽ ഏതാണ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്ത് നോക്കുക, അതിന് ശേഷം നമ്മൾ ഓപ്ഷൻസിലേക്ക് പോവുക. ഇവിടെ എ എന്ന് പറയുന്നത് എം ഈക്വൽ ടു ടി ആണല്ലേ, അത് ശരിയാണ്. എൻ ഈക്വൽ ടു വി ആണ്. പി ഈക്വൽ ടു യു ആണ്.
സോറി യു ആണ് കേട്ടോ, വി അല്ല, യു ആണ്, ഇതാണ് യു ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് എന്ന്. ഇനി ബാക്കിയുള്ളത് നോക്കണമെന്നില്ല, കാരണം ഇപ്പോൾ നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 4B ആണ്. 4B, എ വെസൽ കണ്ടെയ്ൻസ് 5 liters ഓഫ് മിൽക്ക്. ഒരു വെസലിൽ 5 ലിറ്റർ പാലാണ് ഉൾക്കൊള്ളുന്നത്. 1 part ഓഫ് ദ മിൽക്ക് ഈസ് ടേക്കൻ ബൈ ഹരി വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 6 equal parts ആൻഡ് 1 part ഓഫ് ദ മിൽക്ക് ഈസ് ടേക്കൻ ബൈ സുധ വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 equal parts. അപ്പോൾ ഇവിടെ ഹരി ചെയ്തത് ഈ ഉള്ള പാലിനെ എന്ത് ചെയ്തു, 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഈക്വൽ പാർട്ടാക്കി എടുത്തു. അതുപോലെ തന്നെ സുധ ചെയ്തിട്ടുണ്ടായിരുന്നത് 3 ഈക്വൽ പാർട്സ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ഹരി ടേക്ക്? അപ്പോൾ ഹരി എടുത്തത് എത്ര മിൽക്കാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് 5 ലിറ്റർ പാലാണ് അല്ലേ, 5 ലിറ്റർ പാലാണ്. അതിന് എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്, 6 ഈക്വൽ പാർട്സ് ആക്കി എടുത്തു. അഥവാ 5 ഡിവൈഡഡ് ബൈ 6 ലിറ്റേഴ്സ് ആണെന്ന് നമ്മൾ ആരെടുത്തത്, ഹരി എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി സുധ എടുത്തത് നോക്കുകയാണെങ്കിൽ സുധ എടുത്തത് 5 ലിറ്ററിനെ 3 പാർട്ടാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അഥവാ 5/3 ലിറ്റേഴ്സ് ആണ് സുധ എടുത്തിട്ടുള്ള പാൽ എന്ന് പറയുന്നത്. ഓക്കെ, 5/3 liters. ഇനി ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ഡിഡ് ദേ ടേക്ക് ടുഗെദർ? അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിട്ട് എത്ര എടുത്തു എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് രണ്ടുപേരും കൂടെ എടുത്തിട്ടുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ആൾ എടുത്തിട്ടുള്ളത് എത്രയാണ്, 5 ഡിവൈഡഡ് ബൈ 6. അടുത്ത ആൾ എടുത്തിട്ടുള്ളത് 5 ഡിവൈഡഡ് ബൈ 3 എന്നുള്ളതാണ് അല്ലേ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ 5 എന്ന് പറയുന്നത് 5നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 × 2 എന്ന് പറയുന്നത് എത്രയാണ്, 10 ആണ്. അതുപോലെ തന്നെ ഈ 3യെയും നമ്മൾ കോമൺ ആയിട്ടുള്ള 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും, 10 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളത് കിട്ടും. 10 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടണം, 5 ഡിവൈഡഡ് ബൈ 6ഉം കൂടെ 2ഉം കൂടെ കൂട്ടി നോക്കുക. അപ്പോൾ എത്ര കിട്ടും, 10ഉം 5ഉം 15 ആയി. 15 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി അല്ലേ. ഇനി 15 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, 5/2 തുല്യമാണ്. 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.5 ലിറ്റർ പാലാണ്. ഓക്കെ, 2.5 ലിറ്റർ പാൽ. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് 5/2 എന്ന് എഴുതി കൊടുക്കാം, അല്ലെങ്കിൽ 2.5 ലിറ്റർ എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഇനി അതല്ല 15 ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതിയാലും നിങ്ങളുടെ ആൻസർ കറക്റ്റാണ്. ഇങ്ങനെയാണ് നിങ്ങളിത് കണ്ടെത്തേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? താഴെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, 1 part ഓഫ് 10 ഡിവൈഡഡ് ബൈ 6 ഡിവൈഡഡ് ബൈ 10 എന്നുള്ളതാണ്. ശരിയാണോ? അല്ല. അപ്പോൾ ഇതെന്താണ്, അതെന്താണ് വരുന്നത്, അപ്പോൾ നമുക്ക് 10 ഡിവൈഡഡ് ബൈ എന്നുള്ളതാണ് വരിക അല്ലേ. അഥവാ 1 part ഓഫ് 10 ഡിവൈഡഡ് ആണ്. അപ്പോൾ എന്ത് വരും, 1 ഡിവൈഡഡ് ബൈ 10 എന്നുള്ളത് വരും. ബൈ 6 ആണല്ലേ. അപ്പോൾ വരുന്നത് എന്താണ്, 10 ഡിവൈഡഡ് ബൈ 6 എന്നുള്ളതാണ് വരിക. 6നെ 10 പാർട്ടാക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് വെൻ 6 ഈസ് ഡിവൈഡഡ് ഇൻ ടു 10 ഈക്വൽ പാർട്സ് 1 പാർട്ട് ഈസ് മോർ ദാൻ 1 എന്നുള്ളതാണ്. അതും തെറ്റായിട്ടുള്ള കാര്യമാണ്. 1 part ഓഫ് 10 ഡിവൈഡഡ് ബൈ 6 ആൻഡ് 1 part ഓഫ് 5 ഡിവൈഡഡ് ബൈ 3 ഈസ് ദ സെയിം. അഥവാ 3 ഡിവൈഡ് ചെയ്താൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും അതിൻ്റെ 10 പാർട്ടായിക്കോട്ടെ 5 പാർട്ടായിക്കോട്ടെ അതെന്താണ്, സെയിം ആണ്. ശരിയാണ്. കാരണം 3യും 6ഉം എന്താണ്, രണ്ടും ഒരേ മൾട്ടിപ്ലൈ ആണ് അല്ലേ. 3യുടെ മൾട്ടിപ്ലൈ തന്നെയാണ് 6 എന്ന് പറയുന്നത്, 10ൻ്റെ മൾട്ടിപ്ലൈ ആണ് 5 എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഓക്കെ, ദെൻ ഡി 10 ഡിവൈഡഡ് ബൈ 6 ഈസ് ലെസ് ദാൻ 1. അതും റോങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി മാത്രമാണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാൻ നമുക്ക് ഡ്രോ ദ ഗിവൺ പാറ്റേൺ ഷെയ്ഡ് ആൻഡ് മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. എന്താണ് ഇവിടെ വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഹാസ് 4 സൈഡ്സ്. 4 സൈഡ്സ് ഉള്ള ഒരു സംഭവമാണ്, ഒരു പാറ്റേൺ ആണ്. ഇറ്റ് ഹാസ് 4 കോർണേഴ്സ്. അതിന് എന്തുണ്ട്? 4 കോർണേഴ്സ് ഉണ്ട്. ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ. ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ അല്ല. ദെയർ 2 ആംഗിൾ ആർ റൈറ്റ് ആംഗിൾസ്. അതിൻ്റെ 2 ആംഗിൾസും റൈറ്റ് ആംഗിൾ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ആ സാധനം, അതുപോലെ എങ്ങനെയാണ് അത് വരയ്ക്കേണ്ടത് എന്ന് നോക്കണം അല്ലേ. നിങ്ങളിത് വരച്ചു വരുമ്പോൾ എന്താണ് കിട്ടുക? ഒരു സ്റ്റാറിലേക്ക് ഫിഗർ ആയിരിക്കും കിട്ടുന്നുണ്ടാവും ഒരു സർക്കിളിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് നല്ല ഷെയ്ഡും കൂടി കൊടുക്കുക. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം നമുക്ക് നോക്കാം.
ദ ഫിഗർ ഗിവൺ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ വൈ. എന്താണ് ഈ ഫിഗർ എന്ന് പറയുന്നത് റെക്റ്റാങ്കിൾ അല്ല, വൈ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത് റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയുന്നത്? ദ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 96 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. ദ വോളിയം ഓഫ് എ റെക്റ്റാങ്കുലർ ബോക്സ് having the same length and the width is 96 cubic meter. What is the height of the box എന്നാണ് ഫസ്റ്റ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. അയ്യോ സോറി, ക്വസ്റ്റ്യൻ അങ്ങോട്ട് മാറിപ്പോയി. ദ ഫിഗർ ഗിവൺ ഹിയർ ഈസ് നോട്ട് എ റെക്റ്റാങ്കിൾ വൈ എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് ഇത് റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയുന്നത്? കാരണം ദെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ എന്ന് പറയുന്നുണ്ട് അല്ലേ. റെക്റ്റാങ്കിൾ ആണെങ്കിൽ ഇപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആണെന്ന് വിചാരിക്കുക, ഇവിടെ എന്തായിരിക്കും ഈ സൈഡും ഈക്വൽ ആയിരിക്കും, ഈ സൈഡ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇത് നോട്ട് ഈക്വൽ ആയതുകൊണ്ട് തന്നെ നമുക്കിത് റെക്റ്റാങ്കിൾ അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ ഓൾറെഡി വായിച്ചു. ഒരു റെക്റ്റാങ്കിൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 96 സ്ക്വയർ സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ 96 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ വിഡ്ത്തും ലെങ്ത്തും കൂടെ വരുന്നത്. ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ L × B × H വെച്ച് ചെയ്തു നോക്കണം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് നമുക്കറിയാം ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഏരിയ എന്ന് പറയുന്നത് എന്താണ്? L × വിഡ്ത്താണ് അല്ലേ. L × വിഡ്ത്താണ് എന്തെന്ന് പറയുന്നത് ഏരിയ എന്ന് പറയുന്നത് 96 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വോളിയം അല്ലേ. വോളിയം എന്ന് പറയുന്നത് എന്താണ്? L × B അല്ലെങ്കിൽ W. ഓക്കെ, B എന്ന് എഴുതാം. B × H ആണ് അല്ലേ. അതെത്രയാണ്? 96 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നമുക്ക് L × B എന്ന് പറയുന്നത് 96 ആണെന്ന് പറയാമല്ലേ. അപ്പോൾ 96 × ഹൈറ്റ് ആണ്. ഓക്കെ, 96 × ഹൈറ്റ് ഈക്വൽ ടു 96 തന്നെയാണ്. അപ്പോൾ ഹൈറ്റ് H കണക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 96നെ 96 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 1 കിട്ടും. അപ്പോൾ ഇവിടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 1 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ് ബി ചോദ്യം. ദർ ഈസ് 250,000 liters of water in a rectangular swimming pool. It has 2 meters depth and 10 meters width. If the pond is half full of water, what is the length of the pond? അപ്പോൾ 2,50,000 ലിറ്റർ വെള്ളമുള്ള ഒരു റെക്റ്റാങ്കുലർ സ്വിമ്മിംഗ് പൂളാണ്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഒരു സ്വിമ്മിംഗ് പൂളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര വെള്ളമാണുള്ളത്? 2,50,000 ലിറ്റർ വെള്ളമാണുള്ളത് അല്ലേ. ലിറ്റർ വെള്ളമാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഇവിടെ ഡെപ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 2 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണ്? വിഡ്ത്ത് എന്ന് പറയുന്നത് 10 മീറ്ററും ആണ്. ഓക്കെ, ദെൻ ഇഫ് ദ പോണ്ട് ഈസ് ഹാഫ് ഫുൾ ഓഫ് വാട്ടർ. അപ്പോൾ പോണ്ടിൽ ഹാഫ് ഫുള്ള് വാട്ടർ ആണുള്ളത്, ഇതിൻ്റെ പകുതിയാണ് ഇപ്പോൾ വാട്ടർ ഉള്ളത്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പോണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ പോണ്ടിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഫുൾ വോളിയം എന്ന് പറയുന്നത് എത്രയാണ്? ഫുൾ വോളിയം, ഇത് ബി ചോദ്യമാണ് കേട്ടോ. ഫുൾ വോളിയം ഈക്വൽ ടു എത്രയാണ്? 2,50,000 ആണല്ലേ. 2,50,000 എന്താണ്? ലിറ്റർ വെള്ളമാണ് ഇതിൽ ഉള്ളത്. ഇനി ഈ വെള്ളം ഹാഫ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഈ ഒരു 1000 ലിറ്റർ എന്ന് പറയുന്നത് 1 ക്യൂബിക് മീറ്റർ ആണല്ലേ. 1 ക്യൂബിക് മീറ്റർ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് ആദ്യം എത്ര ക്യൂബിക് മീറ്റർ ഉണ്ടെന്ന് നമ്മൾ ആദ്യം കണക്കാക്കണം. 2,50,000 എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര കിട്ടും? ഈ 3 പൂജ്യങ്ങൾ വെട്ടിപ്പോവും അല്ലേ. ബാക്കി എത്രയാണുള്ളത്? 250 ക്യൂബിക് മീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഫുൾ വോളിയം എന്ന് പറയുന്നത് 250 ക്യൂബിക് മീറ്റർ ആണ് അല്ലേ. അപ്പോൾ ഫുൾ വോളിയത്തിൻ്റെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഹാഫാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ ആദ്യം തന്നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 500 ക്യൂബിക് മീറ്റർ എന്നുള്ളത് കിട്ടും. ഇനി നമുക്ക് ഇതിനെ എന്ത് കണ്ടുപിടിക്കണം? നമുക്കറിയാം വോളിയം എന്ന് പറയുന്നത് എന്താണ്? L × ബ്രെഡ്ത്ത് × ഹൈറ്റ് ആണല്ലേ. ഓക്കെ, ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്ത്ത്. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം എന്ന് പറയുന്നത് 500 ആണ്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. അതുപോലെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 ആണ്. ഹൈറ്റ് എന്ന് അല്ലെങ്കിൽ ഡെപ്ത്ത് എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ
ഇവിടെ എഴുതാം, ഇങ്ങോട്ട് എഴുതുന്നുണ്ട് കേട്ടോ. ഈ 500-നെ നമ്മൾ എന്ത് ചെയ്യണം? 500 ഈക്വൽ ടു ഈ എൽ നമുക്ക് അറിയില്ല, എൽ ഇൻറ്റു 10 ഇൻറ്റു 2 എന്ന് പറയുന്നത് എത്രയാണ്? 20. ഇനി നമുക്ക് എന്ത് ചെയ്യണം? എല്ലാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 500 ഡിവൈഡഡ് ബൈ 20 ചെയ്ത് നോക്കുക. 25 എന്നുള്ളത് ഉത്തരം കിട്ടും. അപ്പോൾ 25 മീറ്ററാണ് കേട്ടോ, സെൻറ്റിമീറ്റർ അല്ല, മീറ്ററാണ് ഈ പോണ്ടിൻ്റെ എന്തെന്ന് പറയുന്നത്? ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സ്വിമ്മിംഗ് പൂൾ എന്ന് എഴുതിയിട്ട് 25 മീറ്റേഴ്സ് എന്ന് എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് സി നോക്കാം. നിങ്ങൾക്ക് കറക്റ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിയിലേക്ക് കടക്കാം. ഇവിടെ സം വാട്ടർ ഫോർ ദിസ് പോണ്ട് ഈസ് യൂസ്ഡ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ്. ഇതിലെ കുറച്ച് വെള്ളം അഗ്രികൾച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നൗ ദ വാട്ടർ ഇൻ ദ പോണ്ട് ഈസ് 40 സെൻറ്റിമീറ്റേഴ്സ് ഹൈ. അപ്പോൾ ഇപ്പോൾ 40 ലിറ്റർ വെള്ളം, അത്രയും സെൻറ്റിമീറ്റർ ഹൈയിലാണ് വെള്ളം നിൽക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കാൽക്കുലേഷൻ ഫോർ ദ ഫൈൻഡ് ഇൻ ദ വോളിയം ഓഫ് വാട്ടർ ഇൻ ദ പോണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോണ്ടിലെ വോളിയം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയായിരിക്കും നമ്മൾ വോളിയം കണ്ടുപിടിക്കുന്നത്? ഇവിടെ വി എന്ന് പറയുന്നതാണ് വോളിയം അല്ലേ. വോളിയം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഈ ഒരു ഇതിൽ 40% ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2500-നെ 1000 കൊണ്ട് നമ്മൾ ആദ്യം ഗുണിക്കും, മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ 1000 എന്നുള്ളത് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഏതാണ് ആ ഓപ്ഷൻ എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ആണല്ലേ. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഫുൾ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.